ബി.ജെ.പിയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിലേക്കാണ്. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ ഈ പഴുത്ത ഇല വീണ ഒരു പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പഴുത്ത ഇല വീണപ്പോൾ പച്ചില ചിരിക്കുകയായിരുന്നു. പക്ഷേ ആ ചിരി അധിക നാൾ നീണ്ടുപോകുന്നില്ല. പച്ചിലയാകുന്ന കോൺഗ്രസ് കൂടി ഈ വലയത്തിലേക്ക് വരികയാണ്, അന്വേഷണ വലയത്തിലേക്ക് എത്തുകയാണ്. അല്ല, ഇതിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് പുതുമയുള്ള കാര്യമായിരിക്കാം. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം. ഭാരതീയ ജനതാ പാർട്ടി ഇത് രാഷ്ട്രീയമായിട്ട് കണ്ടൊരു വിഷയമല്ല. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ വളരെ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ നിലനിൽക്കുന്നത് വിശ്വാസി സമൂഹത്തിൻ്റെ സമർപ്പണത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയും അയ്യപ്പ സ്വാമിയുടെ സംരക്ഷണത്തിന് വേണ്ടിയുമാണ്. അവിടെ രാഷ്ട്രീയം കളിക്കാൻ വന്നവർ ആരൊക്കെയാണ്? ഇതിൻ്റെ പേരിൽ 30 വർഷക്കാലത്തെ പുറകിലുള്ള ചരിത്രം പരിശോധിക്കണമെന്നും 30 കൊല്ലത്തെ ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനം നോക്കണമെന്നും അത് ഒരു സ്വതന്ത്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിക്കണമെന്നും അന്വേഷിച്ചെങ്കിൽ മാത്രമാണ് ഈ തിരുമുറിഞ്ഞ കള്ളന്മാരുടെ പ്രവർത്തികൾ ഓരോന്നും പുറത്തു വരികയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ കാര്യം ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇന്നും പറയും, നാളെയും പറയും. ഞങ്ങളുടെ കാര്യവും കൃത്യമാണ്. എന്താണ്, ഇവിടെ ശബരിമലക്കകത്ത് ആദ്യത്തെ കൊടിമരം വെച്ചതും കൊടിമരം കേടാണെന്ന് പറഞ്ഞ് രണ്ടാമത്തെ കൊടിമരം വെച്ചതും ആ കൊടിമരത്തിനെ പ്ലേറ്റ് ചെയ്ത വിഷയവും അതിന് ശേഷം ഓരോ തവണ ഊരിക്കൊണ്ടുപോയിട്ടുള്ളതും അതിനുശേഷം കൊണ്ടുവരുമ്പോൾ അത് കുറയുന്നതും അതൊക്കെ അന്വേഷണ വിധേയമാകുമ്പോൾ സമയത്ത് അതിന് മുൻപേ എടുത്ത കുറേ തീരുമാനങ്ങളുണ്ട്. അതിന് മുൻപേ എടുത്ത ബോർഡുകളെടുത്ത തീരുമാനങ്ങളുണ്ട്. ആ ബോർഡുകളെ നയിച്ചിരുന്ന സർക്കാരുകളെടുത്ത തീരുമാനങ്ങളുണ്ട്. ആ സർക്കാരിൻ്റെ ദേവസ്വം മന്ത്രിമാരെടുത്ത തീരുമാനമുണ്ട്. അത് കോൺഗ്രസിൻ്റെ ദേവസ്വം മന്ത്രിമാരായിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേവസ്വം മന്ത്രിമാരായിക്കോട്ടെ, ഇവന്മാർക്ക് ഇത് അറിയില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ കൈമലർത്തിക്കൊണ്ട് പറയുന്നത്. ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയോട് ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം മന്ത്രിയുടെ പണി എന്താണ്? ദേവസ്വം മന്ത്രിയുടെ പണി ഈ ദേവസ്വം ബോർഡുകൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്നോ ഉണ്ടോ നോക്കാനുള്ള ഒരു പണിയല്ലേ? ആ പണി അദ്ദേഹം കൃത്യമായി ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡുകൾ ഈ കള്ളന് കൂട്ടുനിന്നപ്പോൾ? പോറ്റി എന്ന് പറയപ്പെടുന്നതൊന്നും പ്രധാന കള്ളനല്ലല്ലോ. പോറ്റി എന്ന് പറയപ്പെടുന്നവനെ ഉപയോഗിച്ച് പ്രവർത്തിച്ചവർ ആരൊക്കെ എന്നുള്ളത് കൃത്യമായി തെളിഞ്ഞു വരും എന്നുള്ളത് നിങ്ങൾക്കും ബോധ്യമില്ലേ? ആ ബോധ്യപ്പെടുന്ന സമയത്ത് കതറിട്ടവനിലേക്കും ആ വണ്ടി പോകും, മുഷ്ടി ചുരുട്ടുന്നവനിലേക്കും ആ വണ്ടി പോകുമെന്ന യാഥാർത്ഥ്യം നിങ്ങൾക്കറിയില്ലേ? ശബരിമലയ്ക്കകത്ത് നിങ്ങൾ കൊള്ളയടിച്ചതിൻ്റെ സ്വർണത്തിൻ്റെ വാല്യൂ അല്ല നിങ്ങൾ പ്രസംഗിച്ചത് കേട്ടല്ലോ. സ്വർണം ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും. നിങ്ങൾ എവിടെ തിരിച്ചു കൊണ്ടുവരും? അതിൻ്റെ വാല്യൂ, അതിൻ്റെ നഷ്ടപ്പെട്ട വാല്യൂ എന്താണെന്ന് നിങ്ങൾക്കറിയാം. കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. പൊതുസമൂഹത്തിനകത്ത് ഹൈന്ദവ വിശ്വാസത്വവും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിച്ചു പോകുന്ന വിശ്വാസികളായിട്ടുള്ള പൊതുസമൂഹത്തിന്റെ സമർപ്പണവും ശരണം വിളിയും ആ ഭഗവാന്റെ സ്വത്തിനെ പണത്തിന്റെ വാല്യൂ അല്ല എന്ന്, സ്വർണത്തിന്റെ ഗ്രാമ വാല്യൂ അല്ല എന്ന്, ആ വാല്യൂ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങളുടെ സംസ്ഥാന നേതൃത്വത്തിൽ ഇരുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മന്ത്രിമാർ, മുൻ മന്ത്രിമാർ, ഈ ദേവസ്വം ബോർഡുകൾ, അതിന് മുൻപത്തെ ദേവസ്വം ബോർഡുകൾ, ഇവർ ഓർഡർ വായിച്ചുകൊണ്ട് കാര്യമില്ല നിയാസെ. ആ ഓർഡർ വായിക്കുന്നതിനേക്കാൾ തൊട്ട് മുമ്പ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. പ്രയാർ ഗോപാലകൃഷ്ണൻ, അദ്ദേഹം ഇപ്പം മരിച്ചുപോയി. അദ്ദേഹം അടക്കമുള്ള ആളുകളുടെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള കള്ളത്തരങ്ങൾ കൃത്യമായി അന്വേഷിക്കണമെന്നുള്ള വാദം അത് തന്നെയാണെന്ന്. അതൊരു കാരണം വെച്ചാലും കോൺഗ്രസിന് പറഞ്ഞിട്ട് പുറത്തു പോകാൻ പറ്റില്ല. സോണിയാഗാന്ധിയുടെ അടുത്ത് ഈ പോറ്റി എന്ന് പറയപ്പെടുന്ന വൃത്തികെട്ടവൻ പോയി നിന്നപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? രോഗശാന്തിക്ക് അങ്ങനെ ചരട് കെട്ടാൻ പോയതാന്ന്. അപ്പം ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിലുള്ളൂ, ഉത്തിട്ട കാര്യത്തിൽ ഉപകാരസ്മരണ ഉണ്ടായോ എന്ന് ചോദിച്ചുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഒരു ഫ്രെയിമിനകത്ത് കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ പോറ്റി എന്ന് പറയപ്പെടുന്ന കള്ളനും ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ, ആള് മറ്റേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നല്ലോ, അദ്ദേഹവും അവിടെ വന്നു. ആന്റണി കൃത്യമായി അവിടെ എത്തിയല്ലോ. അദ്ദേഹം അവിടുത്തെ MP ആയിരുന്നില്ലേ? അടൂർ പ്രകാശ് അന്നത്തെ മന്ത്രിയായിരുന്നില്ലേ? കൃത്യമായി അവിടെ എത്തിയല്ലോ. അപ്പോൾ പിന്നെ എത്തിയതാരാ? ഈ സ്വർണം അവിടെ കൊണ്ട് വിറ്റവൻ, അത് ബെല്ലാരിയിലുള്ള ആ വെച്ചവനും അവനൊക്കെ ഒരുമിച്ചൊരു ഫ്രെയിമിൽ വന്നപ്പോൾ അതും ഞങ്ങൾ കൃത്യമായി അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ആ അന്വേഷണം പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. ഗോവർദ്ധൻ എന്ന് പറയപ്പെടുന്ന ഈ സ്വർണം മേടിക്കുന്നവൻ അടക്കമുള്ളവൻ ഒരേ ഫ്രെയിമിൽ പ്രയാർ ഗോപാലകൃഷ്ണനും ഗോവർദ്ധനും പോറ്റിയും അവിടുത്തെ MP-യും ഒരേ കണ്ണിയിൽ കോർത്ത് നിൽക്കുമ്പോൾ അത് ശബരിമലയുടെ വിഷയമല്ല എന്ന് ചിന്തിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താ തെളിവുള്ളത്? അപ്പം നിങ്ങൾ അത് കൃത്യമായി ശിവകുമാറിൻ്റെ കാലഘട്ടം, മറ്റുള്ളവരുടെ കാലഘട്ടം,
എല്ലാവരുടെയും കാലഘട്ടം അന്വേഷിക്കുന്നിടത്താണ് കൃത്യമായിട്ട് പൊതുസമൂഹം അറിയാൻ പോകുന്നത്. ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം തന്നെ ഒക്കച്ചങ്കന്മാരായിട്ട് വലതുപക്ഷത്തിനകത്തും ഈ കൊള്ളകളിൽ കൃത്യമായിട്ടുള്ള പങ്കാളിത്തമുണ്ട് എന്ന ബോധ്യമുണ്ടാകാൻ പോകുന്നത്. അവിടെ നിയാസ് ഇന്ന് വന്ന ഓർഡർ വായിച്ചുകൊണ്ട് കഴിയില്ല. ഇന്ന് ഈ ഓർഡർ വരാനുണ്ടായ സാഹചര്യം എന്താണ് നിയാസേ? ഈ സാഹചര്യം ഉണ്ടാക്കി തീർത്ത ദേവസ്വം ബോർഡുകളാണ്. അത് ഈ CPM-ന്റെ ദേവസ്വം ബോർഡ്, ഇടതുപക്ഷത്തിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ ഒപ്പം തന്നെ വലതുപക്ഷത്തിൻ്റെ ദേവസ്വം ബോർഡുകൾക്കും കൃത്യമായ പങ്കാളിത്തം അതിനകത്തുണ്ട്. രജിസ്റ്റർ ആയിക്കോട്ടെ, രണ്ടാം രജിസ്റ്റർ ആയിക്കോട്ടെ, തിരുവാഭരണ രജിസ്റ്റർ ആയിക്കോട്ടെ, ഇതൊക്കെ കീപ്പ് ചെയ്യുന്നതിൽ നിങ്ങളുടെ സർക്കാരുകളുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനത്തിലും കൃത്യമായ വീഴ്ച പറ്റിയിട്ടുണ്ട് നിയാസെ. അപ്പോൾ ഇവിടെ ഇന്ന് SIT പരിശോധിക്കുമ്പോൾ ഈ SIT പരിശോധിക്കാൻ കോടതി എടുത്ത തീരുമാനമല്ലേ, കോടതിയല്ലേ ഇടപെട്ടത്? കോടതി ഇടപെടാനുണ്ടായ സാഹചര്യം എന്താണ് പക്ഷത്തിൻ്റെ നേതാവ് എന്ന് പറയാത്തെ? കോടതി ഇടപെടാനുണ്ടായ സാഹചര്യം നിങ്ങളുടെ സർക്കാരിനെ മെടുക്കൊണ്ട, നിങ്ങളുടെ മന്ത്രി നേരിട്ട് വിളിച്ചു ചോദിച്ചു അവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ടല്ലോ, എൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ എൻ്റെ മന്ത്രിസഭയ്ക്ക് കീഴിലുള്ള ഒരു സംവിധാനം കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ട് അന്വേഷണം വേണമെന്ന് നിങ്ങളുടെ മന്ത്രി ഉത്തരവിട്ടാ ഈ അന്വേഷണം നടന്നത്? അല്ലല്ലോ, കോടതി കൃത്യമായി ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഉണ്ടാക്കിയ SIT അവിടെ കൃത്യമായി പരിശോധന നടത്തുമ്പോൾ അവിടെ നിങ്ങളുടെ ആളുകൾ ആ കെണിയിൽ കൃത്യമായി വീണു. കാരണം നിങ്ങൾ കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഭാഷ കറവെടുത്താൽ മടിയിൽ നിങ്ങൾക്ക് കനമുള്ളത് കൊണ്ട് നിങ്ങൾ ഉള്ളിൽ പോയി. നിങ്ങളുടെ പത്മകുമാറും നിങ്ങളുടെ മറ്റേ ശേഖരൻ്റെ പേരെന്തുട്ട ശങ്കർദാസും അതേപോലെ തന്നെ മറ്റേ വാസു ഉള്ളിൽ പോയി. ഇപ്പോൾ പ്രശാന്ത് കൂടി അന്വേഷണ വലയിലേക്ക് എത്തുകയാണ്. എണ്ണി വരുമ്പോ ഇടതുപക്ഷവും കൈപിടിച്ച് പ്രശാന്ത്, ഞാൻ ചോദിക്കട്ടെ, പ്രശാന്തനില്ലാത്ത ഉത്തരവാദിത്തം തന്ത്രിക്കുണ്ടെന്ന് വാദിച്ചവരല്ലേ ഇവര്? കടകംപള്ളി സുരേന്ദ്രൻ ഇല്ലാത്ത ഉത്തരവാദിത്തം തന്ത്രിക്ക് ഉണ്ടെന്ന് വാദിച്ചവരല്ലേ ഇവര്? തന്ത്രിയാണെങ്കിലും മന്ത്രിയാണ് എങ്കിലും ജനപ്രതിനിധികളാണ് എങ്കിലും ഈ വിഷയത്തിനകത്ത് ഉത്തരവാദിത്തം കാണിക്കേണ്ട വ്യക്തികൾ ഉത്തരവാദിത്തം കാണിക്കാതെ വന്നിടത്ത് കൃത്യമായി അന്വേഷണം നടത്തി അവരുടെ ഇതിനകത്തുള്ള പങ്കാളിത്തത്തെ യഥാവിധി അന്വേഷിക്കണമെന്നുള്ള നിലപാട് തന്നെയാണ് BJPക്ക്. അത് 30 വർഷം പുറകിട്ട് അന്വേഷിച്ചാൽ എല്ലാവരും പെടും എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. ആ യാഥാർത്ഥ്യം പൊതുസമൂഹത്തിൽ വെക്കുന്ന സമയത്ത് രാഷ്ട്രീയം കൊണ്ട് ഒട്ടടയ്ക്കാൻ പറ്റില്ല, ന്യായീകരണം കൊണ്ട് ഒട്ടടയ്ക്കാൻ പറ്റില്ല. അവിടെ നിങ്ങൾ ഇങ്ങനെ വായക്കുളത്തെ വർത്താനം അങ്ങോട്ട് തട്ടിട്ട് കാര്യമില്ലെന്ന് കൃത്യമാണ്. ശബരിമലയിലെ സ്വർണം കട്ടു, ആ കട്ടിട്ട് തിന്നു, ആ തിന്നതിന്റെ പള്ള വിളിച്ച് നടന്നവര് കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ട്, കോൺഗ്രസ്സുകാരും ഉണ്ട്, നിങ്ങളുടെ ബോർഡുകളും. സത്യസന്ധമായ കാര്യം നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഭാഷ ഭംഗിയിൽ ഇങ്ങനെ സാഹിത്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി പറഞ്ഞിട്ട് കാര്യമില്ല. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുകയും അത് ചെയ്തവനെ പുറത്താക്കാനുള്ള തയ്യാറും നിങ്ങൾ എടുക്കണം. അത്രേ ഉള്ളൂ. രാമനായരെ പുറത്താക്കുവോ? ഉല്ലാസ് രാമനായരെ പുറത്താക്കുമോ എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. രാമൻ നായരെ പുറത്താക്കുമോ? രാമൻ നായർ ഈ അടുത്ത കാലത്താണ് BJPയിലേക്ക് വന്നത്. അതിനു മുമ്പ് നിങ്ങളുടെ വലിയ പരിരക്ഷയിലായിരുന്നു. തന്ത്രിയുടെ അളിയനാണ് നാരായണൻ നമ്പൂതിരി, BJP സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം. ഇതൊക്കെ ഇവിടെ ഉണ്ട്. അവരൊക്കെ അല്ല നീലിമ, ഞാൻ മറുപടി പറയാം. ചോദിച്ചാൽ ഇവിടെ TV ഇല്ലാത്ത കാരണം ചോദിച്ചാളുടെ പേര് എനിക്കറിയില്ല. ആരാണ്? അതായത് തന്ത്രിയുടെ അളിയൻ നാരായണ വർമ്മ. ചോദിച്ചാളുടെ പേര് മനസ്സിലായില്ല. ആരാ ചോദിക്കുന്നത്? എന്റെ പേരൊന്നും അറിയണ്ടേ? CK രവിശങ്കർ, CPM-ന്റെ പ്രതിനിധി CK രവിശങ്കറാണ് ആ ചോദ്യം ഉന്നയിച്ചത്. അദ്ദേഹം ചോദിക്കുന്നത് രാമൻ നായരുടെ പങ്കിനെ കുറിച്ച് കൂടി അന്വേഷണം വരില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഒരു കാര്യം കൃത്യമായി പറയാം. രാമൻ നായർ അല്ലല്ല, അതെ, ഒരു ദേവസ്വം ബോർഡ് 30 കൊല്ലത്തിന്റെ പുറകിലുള്ള വ്യക്തികളുടെ 30 കൊല്ലത്തെ എല്ലാ ചരിത്രവും കൃത്യമായി അന്വേഷിക്കാൻ പറയുമ്പോൾ ആ 30 കൊല്ലം ഇരുന്ന ബോർഡുകൾ ആരൊക്കെയാണെങ്കിൽ അവർക്കെതിരെ അന്വേഷിക്കണമെന്ന് പച്ച മലയാളത്തിൽ തന്നെ സാറേ ഞങ്ങൾ പറഞ്ഞേ. കടകംപള്ളിയെ സംരക്ഷിച്ച നിങ്ങൾ, പ്രശാന്തിനെ സംരക്ഷിക്കുന്ന നിങ്ങൾ, അത് ചോദിക്കാൻ ഒരു യോഗ്യനുമല്ല എന്ന് മനസ്സിലാക്കിക്കോ. ഞങ്ങൾ എന്താ പറഞ്ഞത്? വെട്ടുപ്പുമുള്ള തീരുമാനമാണ് ഞങ്ങൾ പറയുന്നത്. ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ കൈകളെ ശുദ്ധമല്ലാത്തതിന്റെ ഉത്തരവാദിത്വം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ന്യായീകരണ തൊഴിലാളിയായിട്ട് മാറേണ്ട രവിശങ്കർ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് നിങ്ങൾക്ക് എന്തുകൊണ്ട് പറയാൻ നടത്തലുണ്ടാവുന്നില്ല? കടകംപള്ളി സുരേന്ദ്രനെതിരെ പങ്കാളിത്തം എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ ഉറപ്പ്? എന്താ പ്രശാന്തിനകത്ത് നിങ്ങൾ മാറ്റി നിർത്തപ്പെടുന്നത്? എന്താണ് നിങ്ങൾക്ക് സംരക്ഷണ കവചം തീർക്കുന്നത്? ഒരു ദേവസ്വം മന്ത്രിക്ക് കൃത്യമായി ഉത്തരവാദിത്തം ഉണ്ടായിരുന്നില്ല. ക്ഷേത്രത്തിനകത്ത് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ട ബാധ്യത ദേവസ്വം മന്ത്രിക്ക് ഉണ്ടായിരുന്നില്ലേ? അദ്ദേഹത്തിന് കീഴിലുള്ള ദേവസ്വം ബോർഡുകളെ സംരക്ഷിച്ച എന്തിനെ സംരക്ഷിച്ച ആ ബോർഡുകൾ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടത് നോക്കേണ്ട ഉത്തരവാദിത്തം ദേവസ്വം മന്ത്രിക്ക് ഉണ്ടായിരുന്നില്ലേ? ആ ദേവസ്വം മന്ത്രി എന്താ വീഴ്ച വരുത്തിയത്? ആ ദേവസ്വം മന്ത്രി എന്താ പോറ്റിയോട് പറഞ്ഞത്? പോറ്റിയോട് അങ്ങോട്ടും ഇങ്ങോട്ടും മന്ത്രം വന്ന് കളിക്കുകയായിരുന്നു. കടകംപള്ളി സുരേന്ദ്രൻ പോറ്റിയും സുരേന്ദ്രൻ തമ്മിൽ എന്താ ബന്ധം?
പോറ്റിയും ശബരിമലയും തമ്മിൽ എന്താ ബന്ധം? പോറ്റിക്കല്ല ശബരിമലയിൽ ഇത്രയധികം താല്പര്യമുള്ളത്. ഈ പോറ്റി ശബരിമലയിൽ ഇത്രയധികം താല്പര്യം കൊടുത്ത് എല്ലാ സംരക്ഷണവും ഘടകങ്ങളിലേക്ക് എന്താണ് അതിന്റെ പിന്നിലുള്ള അജണ്ട ഉണ്ടായിരുന്നത്? എന്താണ് അതിനുള്ള ഇന്റൻഷൻ ഉണ്ടായിരുന്നത്? എന്തിനായിരുന്നു മുഖ്യമന്ത്രിയെ പോറ്റി എന്നുള്ള ആത്മബന്ധം? എന്താ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് പോറ്റി മുന്നിൽ നിന്ന്? എന്തിനാണ് വേറൊരാൾ കൊടുക്കുന്ന വണ്ടിയുടെ കീയും കൊടുത്ത് പോറ്റി അതിന് മുമ്പിൽ നിന്ന്? അപ്പൊ പോറ്റിയെ സംരക്ഷിച്ച പോറ്റിയവർ അത് കൃത്യമായി നിങ്ങളുടെ പക്ഷമാണെന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കെ അദ്ദേഹത്തെ ന്യായീകരിച്ച് രക്ഷപ്പെടാമെന്നുള്ള രവിശങ്കറിന്റെ തന്ത്രമുണ്ടല്ലോ, അതങ്ങ് കയ്യിൽ വെച്ച് 4 ആക്കി മടക്കി 8 ആക്കി മടക്കി കയ്യിൽ വെച്ചാൽ രവിശങ്കർ കാട്ടു തീർന്ന് ഒരു രാമൻ നായരുടെ പേര് ചോദിച്ചതേ ഉള്ളൂ. നിങ്ങൾക്കെതിരെ എത്ര ആയിരം ചോദ്യശരങ്ങളാണ് ഉല്ലാസ് ബാബു ഉയർത്തിവിട്ടത്? ഒരു സെക്കൻഡ് ഞാനൊന്ന് മടങ്ങി വരാം. നിങ്ങൾ അയ്യപ്പനെ കൃത്യമായി കൊണ്ടുപോകുന്ന സമയത്ത് ഓരോന്നും അക്കമിട്ട് ചോദിക്കാൻ ഉണ്ട് ബി ജെ പിക്ക്. അതാണ് ഉല്ലാസ് ബാബു ചോദിച്ചത്.